ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഒക്ടോബർ 30-ാം തീയതി കേരള ബോക്സ് ഓഫീസിലെ കളക്ഷൻ റിപ്പോർട്ടുകളുമായി കടന്നു വരാം. അതിനു മുന്നോടിയായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ 70,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്ക് മിന്നുന്ന പ്രകടനം ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കുന്ന പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. സിനിമയ്ക്ക് ഇന്ന് 15-ാം ദിനമാണ്. 476ഓളം ഷോകൾ 7 മണി വരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. 7,300 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു. 7% ഒക്യുപ്പൻസിയാണ് ഇതുവരെ വന്നിരിക്കുന്നത്. 12,25,000 രൂപയോളമാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഇന്നലെയും ഇതേപോലെ തന്നെയായിരുന്നു സിനിമയുടെ കണക്കുകൾ പോയത്. ഇന്നലെ ഫൈൻ ടൈം വന്നത് 20,60,000 രൂപ വന്നു. തൊട്ട് മുമ്പത്തെ ദിവസം നമുക്ക് കാണാൻ കഴിഞ്ഞത് 21,88,000 രൂപയോളമായിരുന്നു എന്നുള്ളതാണ്. ഇന്നും സിനിമ 20 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് ട്രാക്കിങ്ങിലൂടെ തന്നെ എത്തും. 8,04,00,000 രൂപയാണ് ട്രാക്കിങ്ങിലൂടെ സിനിമയുടെ കളക്ഷനായി വന്നിരിക്കുന്നത്. സിനിമ 10 കോടിയിലേക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എത്തിയിരിക്കുകയാണ് ഇന്നത്തെ കളക്ഷനോടുകൂടി. എന്താണ് പെറ്റ് ഡിറ്റക്റ്റീവ് ഗംഭീര പെർഫോമൻസ് തന്നെയാണ്. സ്ഥിരമായി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ വർക്കിംഗ് ഡേയ്സിലും നമുക്ക് കാണാൻ കഴിയുന്നു 35 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നേടുന്നത്. അതായത് കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് 1.25 കോടിയോളമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്ര മികച്ച പെർഫോമൻസ് തന്നെയാണ് സിനിമ മുന്നോട്ട് വെച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏറെയും ഫാമിലി പ്രേക്ഷകരെയും കുട്ടികളെയും ഒക്കെ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ് സിനിമയുടെ ഹൈലൈറ്റായി നിൽക്കുന്നത്. ഷറഫുദ്ദീൻ്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള വിജയമായി മാറുകയാണ് ഈ ഒരു സിനിമ എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നു. ഇനി മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാൽ നായകനായി എത്തുന്ന ഡയസീറയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. സിനിമ ഇന്ന് പ്രീമിയർ ഷോ നടക്കുകയാണ്. ഇന്ന് 9 മണിക്കും അതേപോലെ തന്നെ 11 മണിക്കുമൊക്കെ പ്രീമിയർ ഷോ ഉണ്ട്. അതുപോലെ തന്നെ നാളെ തൊട്ട് റിലീസ് നടക്കുകയാണ്. പ്രത്യേകിച്ച് ഹൈപ്പും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ സിനിമയുടെ കളക്ഷൻ അതിഗംഭീരമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പ്രീമിയറിലൂടെ മാത്രം സിനിമ 60 ലക്ഷം രൂപ കടന്നിരിക്കുകയാണ്. സിനിമയ്ക്ക് ഇതുവരെയുള്ള ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്ന കളക്ഷൻ പ്രകാരം നാളത്തെ ബുക്കിങ്ങും എല്ലാം കൂട്ടി 1,10,00,000 രൂപ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് 9 മണിയുടെ ഷോ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് തീർച്ചയായും കാണാൻ കഴിയും ഒരു 1.5 കോടിക്ക് മുകളിലേക്ക് പോകും. സിനിമയുടെ പെർഫോമൻസ് അനുസരിച്ച് ഗംഭീരം എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കുക തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ബാൾട്ടിയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് കടന്നു പോകാം. ബാൾട്ടി ഒരു മാസം പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് 35 ദിനങ്ങളാണ് സിനിമ പോകുന്നത്. നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, വേറൊരു സംഭവം കൂടിയുണ്ട്. ലോക പോലെ തന്നെ ഈ സിനിമയും ലോങ് റൺ പോവുകയാണ്. 10 ഷോകളാണ് ഇന്ന് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 300ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 17% ഒക്യുപ്പൻസിയിൽ 47,000 രൂപയോളമാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഇന്നലെ 1,16,000 രൂപയും മിനിങ്ങാന്ന് 1,26,000 രൂപ നേടിയ സിനിമ 7,80,00,000 രൂപ കടന്നിരിക്കുന്നു. 9.5 കോടിയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരുന്ന 12 തൊട്ട് 15 കോടിക്കിടയിലാണ് സിനിമയുടെ വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ വന്നിരിക്കുന്നത്. എന്തായാലും ബാൾട്ടി ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു ഷെയ്ൻ നിഗത്തിൻ്റെ ആളുകൾ മനസ്സിലേറ്റിയ ഒരു ചിത്രമായി മാറുന്ന കാഴ്ചയും. അടുത്ത ചിത്രത്തിൻ്റെ കളക്ഷനിലേക്ക് വരാം. ഡ്യൂഡിൻ്റെ 14-ാം ദിനമാണ് ഇന്ന് ബോക്സ് ഓഫീസിൽ. 179ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 2,700ഓളം ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് ഇതുവരെ വിറ്റുപോയിരിക്കുന്നത്. 6.25% ഒക്യുപ്പൻസിയിൽ സിനിമ 4,18,000 രൂപയോളമാണ് നേടിയിരിക്കുന്നത്. സ്റ്റഡി കളക്ഷനോടുകൂടി തന്നെ സിനിമ പോകുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങൾ പോലെ തന്നെ 5,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ ഇന്നും വിറ്റുപോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലെ മിനിങ്ങാന്നും 8 ലക്ഷം രൂപയ്ക്കടുത്ത്, അതായത് 7,93,000 96,000 രൂപയാണ് 2 ദിവസമായി നേടിയത്. അതായത് 8 ലക്ഷം രൂപ ട്രാക്കിങ്ങിലൂടെ നേടിയ ചിത്രം ഏകദേശം 12 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെങ്കിൽ ഇന്നും സമാനമായ രീതി തന്നെ പ്രതീക്ഷിക്കുന്നു. 3,33,00,000 രൂപയാണ് സിനിമയുടേതായി ട്രാക്കിങ്ങിലൂടെ മാത്രം വന്നിരിക്കുന്നത്. ഏറെക്കുറെ 4 കോടിക്കടുത്തേക്ക് സിനിമ എത്തുന്നു എന്നുള്ളതാണ് കേരള ബോക്സ് ഓഫീസിൽ. ഇതിനോടകം തന്നെ 165 കോടിയും കടന്ന സിനിമ വമ്പൻ ബ്ലോക്ക് ബസ്റ്ററായിട്ട് മുന്നോട്ട് കുതിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. എന്തായാലും ഒരു ഞെട്ടിപ്പിക്കുന്ന സിനിമയായിട്ട് തന്നെയാണ് ഈ ഒരു സിനിമ വരുന്നത്. ഹാട്രിക് ഹിറ്റ് അടിച്ചാണ് പ്രദീപ് എത്തിയിരിക്കുന്നത്. കാന്താര ഫൈനൽ റണ്ണിലേക്ക് കടക്കുമ്പോൾ, അതായത് ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളത്തേക്ക് സിനിമയുടെ OTT വരികയാണ്. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് 371 ഷോകളിൽ നിന്ന് 5,000-ഓളം ടിക്കറ്റുകളാണ് ഇന്നും വിറ്റുപോയിരിക്കുന്നത്. 7,80,000 രൂപയ്ക്ക് മുകളിൽ ഇന്ന് കളക്ഷൻ വന്നിരിക്കുകയാണ്. ഇന്നലെ സിനിമയ്ക്ക് 15,78,000, കഴിഞ്ഞ ചൊവ്വാഴ്ച 17,31,000 രൂപയുള്ള സ്ഥലത്ത് ഇന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു 12 തൊട്ട് 15 ലക്ഷം രൂപ വരെ സിനിമയ്ക്ക് കളക്ഷൻ വരുമെന്നുള്ളത്. എന്തായാലും വലിയ സക്സസ് ആയി സിനിമ പോകുന്നു. 900 കോടി എന്ന ആ മാജിക് ഫിഗർ കാണാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. പക്ഷേ ഇതുവരെ അതിൻ്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും ഫൈനൽ റണ്ണിന് മുമ്പേ സിനിമ എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഇതുവരെ 818 കോടിയോളമായിരുന്നു പുറത്തു വന്ന കണക്കുകളെങ്കിൽ അടുത്ത ഒരു അപ്ഡേറ്റിന് വേണ്ടി നമ്മൾ ഏവരും കാത്തിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇന്നും ഈ സിനിമയ്ക്ക് 3,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ മണിക്കൂറിൽ വിറ്റുപോകുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. കാന്താര അത്രത്തോളം ഇന്ത്യൻ സിനിമയിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ച് തന്നെയാണ് പോകുന്നത്. എന്തായാലും സിനിമ ഒരു ഫൈനൽ റണ്ണിലേക്ക് അവർ തന്നെ എത്തിച്ചിരിക്കുന്നു. ബിസിനസ് അടക്കം ഒരു 1,200-1,500 കോടിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അതായിരിക്കാം ഇത്രയും പെട്ടെന്ന് ഈ ഒരു സിനിമ OTT-ലേക്ക് പോയിരിക്കുന്നത്. എ ഡിവൈൻ ബ്ലോക്ക് ബസ്റ്റർ എന്നുള്ള ലെവലിൽ വരുമ്പോൾ നമുക്ക് ജയറാം കൂടി ഉള്ളപ്പോൾ മലയാളികൾക്ക് അത് ഇരട്ടി മധുരമാകുന്നു. പ്രത്യേകിച്ച് ഋഷഭ് ഷെട്ടിയുടെ സിനിമകൾ ഇന്ന് ഒരു മലയാളി നടനെ
തിയേറ്ററുകളേക്കാൾ കൂടുതൽ നമ്മൾ ആഘോഷിക്കുകയും ചെയ്യുന്ന ചിത്രമാണ്. 7% അതിഗംഭീരമായിട്ടുള്ള ഹൗസ്ഫുൾ ഷോസും കാര്യങ്ങളുമൊക്കെയാണ് ഏകദേശം നമുക്ക് കഴിഞ്ഞാലും സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ഓട്ടം ഇനിയും ഒരു 10-25 ദിവസം കൂടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഇനി മാത്യൂസിൻ്റെ ചിത്രമായ നൈറ്റ് റൈഡേഴ്സിലേക്ക് നമുക്ക് വരാം. സിനിമയ്ക്ക് 7ാം ദിനമാണ്. 7ാം ദിനമായ ഇന്ന് സിനിമയ്ക്ക് നല്ല സ്റ്റഡി കളക്ഷനോട് പോകാൻ കഴിയുന്നു. 437ഓളം ഷോകളിൽ നിന്ന് 6200-നടുത്തുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് 6.5% ഇന്നത്തെ ഓക്യുപ്പൻസി. 10 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് ഇന്ന് ബോക്സ് ഓഫീസിൽ നിന്ന് ഇതുവരെ നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. അതായത് സിനിമയ്ക്ക് ഏറെക്കുറെ ഇന്നും 15 തൊട്ട് 18 ലക്ഷം രൂപയ്ക്കിടയിൽ തന്നെ കളക്ഷൻ വരും. ഇന്നലെ സിനിമ 18,09,000 രൂപ വന്നു. തൊട്ട് മുമ്പത്തെ 2 ദിവസങ്ങളിൽ 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വന്ന സിനിമ ഇതിനോടകം തന്നെ 2,43 ലക്ഷം രൂപയോളമാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ കളക്ഷൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻസിലൂടെ പറയണം. ചിലരൊക്കെ എന്നോട് ചോദിച്ചിരുന്നു. ഇപ്പോഴാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ്റെ കാര്യങ്ങൾ ഇട്ടുവരുന്നത്. എന്താണ് നൈറ്റ് റൈഡേഴ്സ് ഒരു മികച്ച രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3 കോടിയും തൂക്കി സിനിമ മുന്നോട്ട് പോവുകയാണ്. ബൈസൺ കാലമാടൻ എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് കടന്നു വരാം. ബൈസൺ കാലമാടനും നമുക്ക് 14ാം ദിനത്തിലാണ് ഓടുന്നത്. 100ഓളം ഷോകളിൽ നിന്ന് 2000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. 3,25,000 രൂപയോളം സിനിമയ്ക്ക് ഇന്ന് വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ എല്ലാ സിനിമകളെയും പോലെ തന്നെ സ്റ്റഡിയായിട്ട് ഈ സിനിമയും കുതിച്ച് മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ 6 ലക്ഷം രൂപയോളമാണ് ആവറേജ് ഈ സിനിമ വന്നെങ്കിൽ ഇന്നും 6 ലക്ഷം രൂപയുണ്ടാകും. നാളെ മുതൽ കളി മാറും. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് എല്ലാവർക്കും. 1,16 ലക്ഷം രൂപയാണ് ട്രാക്കിങ്ങിലൂടെ മാത്രമായി നമുക്ക് കളക്ഷനായി ഈ സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്നത്. ദീപാവലി കാലത്ത് വന്ന 3 ചിത്രങ്ങളിൽ ഒന്നാണ്. ഇതിനകത്തിൽ ഒരു ചിത്രം പോയി, ഡീസൽ എന്ന് പറഞ്ഞ സിനിമ പ്രദർശനം നിർത്തി. പക്ഷേ ഡ്യൂഡും അതേപോലെ ബൈസണും മിന്നിച്ച പ്രകടനത്തോടെ കേരള ബോക്സ് ഓഫീസിൽ പോകുന്നു. രണ്ടും കേരള ബോക്സ് ഓഫീസിൽ ഒരു വിജയമായി മാറുന്ന കാഴ്ചയും കാണാൻ കഴിയുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1.5 കോടിക്ക് മുകളിലാണ് ഈ ഒരു സിനിമ നേടിയിരിക്കുന്നത്. എന്താണെങ്കിലും മികച്ച രീതിയിൽ തന്നെ ധ്രുവ് വിക്രത്തിൻ്റെ ഈ ഒരു സിനിമ മലയാളികൾ നെഞ്ചോട് ചേർത്തിരിക്കുന്നു. ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ ഫൈനൽ റണ്ണിലേക്ക് കടക്കുമ്പോൾ നമുക്ക് 64ാം ദിനമാണ്. ഈ 65ാം ദിനത്തിലാണ് സിനിമ OTT-യിലേക്ക് എത്തുന്നത്. 53ഓളം ഷോകളാണ് സിനിമയ്ക്ക് ഇന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 1000ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് 1.5 ലക്ഷം രൂപയോളമാണ് ഇതുവരെ വന്നിരിക്കുന്നത്. അതായത് ഇന്നലെ 2 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഇന്നും സിനിമയ്ക്ക് 2 ലക്ഷം രൂപയിലേക്ക് ടച്ച് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. 111 കോടി 30 ലക്ഷം രൂപ സിനിമ ട്രാക്കിങ്ങിലൂടെ എത്തുന്നു. ആദ്യമായിട്ട് മലയാള സിനിമയുടെ ചരിത്രത്തിൽ 112 കോടി തികയ്ക്കുന്ന ചിത്രമാകും ഇത് എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമ്മൾ മുന്നിൽ വെക്കുന്നത്. ഏകദേശം 70 ലക്ഷം രൂപയും കൂടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഇങ്ങനെ ആവറേജായി നമുക്ക് കാണാൻ കഴിയുന്നത് 2 ലക്ഷം രൂപയ്ക്ക് മുകളിലൊക്കെയാണ് സിനിമയ്ക്ക് ട്രാക്കിങ്ങിലൂടെ കാണുന്നത്. അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ ആ ഒരു പ്രതീക്ഷ തന്നെയാണ്. ഈ വരുന്ന ശനി ഞായർ ദിനങ്ങളിൽ ഏകദേശം 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വെച്ച് വരും എന്നുള്ള പ്രതീക്ഷയുമാണ്. എന്തായാലും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 123 കോടി കടന്ന സിനിമ 124 കോടി ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ല. വേൾഡ് വൈഡ് ആയിട്ട് 303 കോടിയും കടന്ന സിനിമ മുന്നോട്ട് പോകുമ്പോൾ 304 കോടിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും മലയാളത്തിൻ്റെ ഏറ്റവും സുവർണ്ണ ലിപികളിൽ എഴുതി ചേർക്കപ്പെട്ട ചിത്രമായി ഈ ഒരു സിനിമ മാറുകയാണ്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര എല്ലാ രീതിയിലും ഒരു സൂപ്പർ ബ്ലോക്ക് ബസ്റ്ററായിട്ട് നിറഞ്ഞാടുമ്പോൾ ഇനി OTT-യിലേക്ക് സിനിമ എത്തുകയാണ്. OTT-യിൽ വന്നാലും നമുക്ക് ആവറേജ് ഒരു തിയേറ്ററിൽ നിന്ന് 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇനിയും ഒരു 10 ദിവസത്തേക്കും അല്ലെങ്കിൽ 15 ദിവസത്തേക്കും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എന്താണെങ്കിലും നമ്മൾ കാത്തിരിക്കുകയാണ് ഈ ഒരു സിനിമയുടെ ബാക്കിയുള്ള ദിവസങ്ങളിലേക്ക് വേണ്ടിയിട്ട്. 100ാം ദിവസത്തെയും കളക്ഷൻ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇനി നമുക്ക് പാതിരാത്രിയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. പാതിരാത്രി 14ാം ദിനത്തിലാണ് ഓടുന്നത്. 151ഓളം ഷോകളിൽ നിന്ന് 17,000-ന് മുകളിൽ 1,700-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് 2,92,000 രൂപയോളമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ 4.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇന്നും കളക്ഷൻ വരും. ട്രാക്കിങ്ങിലൂടെ 2 കോടി 5 ലക്ഷം രൂപ എത്തിയ സിനിമ 2.5 കോടിക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത്. നവ്യ നായരുടെ ഈ ഒരു ചിത്രം വമ്പൻ ഹിറ്റടിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഒപ്പം ലൈക്കും ഷെയറും ഹൈപ്പും ഒക്കെ ഒന്ന് ചെയ്ത് തരണം. ഗ്രീൻ മീഡിയാസ്.